ഓം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുഹൃതികളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ലോമേശ് എന്ന ഋഷി വിസ്തരിച്ച ഉദധ്യന്റെ കഥയ്ക്ക് ശേഷം ദേവീനാരായണീയത്തിൽ സ്തോത്രകാരനായിരിക്കുന്ന ശ്രീ പാലേലി നാരായണ നമ്പൂതിരി സുദർശന കഥയാണ് പറഞ്ഞത്. ഭരദ്വാജ ആശ്രമത്തിലെ എത്തിച്ചേർന്ന സുദർശനൻ എന്ന ബാലന്റെ കഥ. ഈ ദശകത്തില് ആകെ 12 ശ്ലോകങ്ങളാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 1, 2, 3, 4, 5, 6, 7, 8 ഈ ശ്ലോകങ്ങളുടെ എല്ലാം പദച്ഛേദമന്വയം, പാരായണം, പദച്ഛേദമന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ 9, 10, 11, 12 ഈ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദമന്വയം, വ്യാഖ്യാനം എന്നിവ നമുക്ക് പഠിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഏവരെയും സുസ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം നമുക്ക് ശ്രവിക്കാം. ശ്ലോകം 9 പാരായണം. ദേവീനാരായണീയം ദശകം 14 സുദർശന കഥ ഭരദ്വാജാശ്രമപ്രവേശം. ഹരേ കൃഷ്ണ. ശ്ലോകം 9 പാരായണം. തപോ നിധിർദീനജനാനുകമ്പി ജ്ഞാത്വാ മുനിസ്താം ധ്രുവസന്ധിപത്നീം ഉവാച വത്സേ വസനിർഭയൈവ തപോവനേത്രാസ്തു ശുഭം തവേതി അൽപോപ്യുപേക്ഷ്യോ നരിപുർനരോഗോപ്യേവം സ്മരന്നാശു നൃപോയുധാജിത് താം ഹർത്തുകാമഃ സസുതാം മഹർഷേഃ പ്രാപാശ്രമം മന്ത്രിവരേണ സാകം. ശ്ലോകം 11. ന മാനിതസ്തേന തപസ്വിനാസ മനോരമാം നൈവ സുതം ച ലേഭേ
പ്രഹർത്തുകാമോപി മുനിം സമന്ത്രിവാച നിവൃത്തഃ ശ്രുതകൗശികോ ഭൂത്. ശ്ലോകം 12. ഏവം മുനിസ്താം സസുതാം രരക്ഷ ഭീതോസ്മി സംസാരയുധാജിതോഹം ന മേ സഹായോസ്തി വിനാ ത്വയൈഷ സ നൂപുരം തേ ചരണം നമാമി. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവീ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 9. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. ആദ്യം പദച്ഛേദം. തപോനിധിഃ ദീനജനാനുകമ്പീ ജ്ഞാത്വാ മുനിഃ താം ധ്രുവസന്ധിപത്നീം ഉവാച വത്സേ വസ നിർഭയാ ഏവ തപോവനേ അത്ര അസ്തു ശുഭം തവ ഇതി. അന്വയവും അർത്ഥവും നോക്കാം. തപോനിധിഃ ദീനജനാനുകമ്പി. തപോനിധി തപസ്വി, ദീനജനാനുകമ്പി ദീനാനുകമ്പിയുമായ മുനിഹി താം മുനി അവളെ, ധ്രുവസന്ധി പത്നി, ഇവിടെ അവളെ എന്ന് പറയുന്നത് മനോരമയാണ്. ധ്രുവസന്ധി പത്നി ജ്ഞാത്വ, ധ്രുവസന്ധി പത്നിയാണെന്ന് അറിഞ്ഞു. ധ്രുവസന്ധിയുടെ പത്നിയാണ് അവൾ, ആ മനോരമ. അതറിഞ്ഞ് ഇതി ഉവാച, ഇപ്രകാരം പറഞ്ഞു. വത്സേ തപോവനേ, തപോവനത്തിൽ നിർഭയ ഏവ വസ, ഒട്ടും ഭയമില്ലാതെ അല്ലെങ്കിൽ പേടിക്കാതെ താമസിക്കാം. അത്ര തവ ശുഭം അസ്തു, ഇവിടെ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം അനുസ്മരിച്ചു, മനോരമ തൻ്റെ ഭർത്താവായ ധ്രുവസന്ധി കാട്ടിൽ വെച്ച് നായാട്ടിനിടയ്ക്ക് മരിച്ചു. പിന്നീട് യുദ്ധാജിത്തുമായുള്ള യുദ്ധത്തിൽ തൻ്റെ പിതാവും മരിച്ചു. അനാഥയായി മനോരമയും തൻ്റെ മകനായ സുദർശനനും, അല്ലേ? അപ്പോ തൻ്റെ ഭർത്താവും പിതാവും മരിച്ചതോടെ താൻ അനാഥയായി എന്ന് മാത്രമല്ല, അവൾക്ക് കുറച്ച് ഭയവും ഉണ്ടായി. എന്താണ് ഭയം വന്നത്? തൻ്റെ ശിശുവായ ഏകപുത്രനെ യുധാജിത്ത് ചിലപ്പോൾ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. മനോരമ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വിതള്ളൻ എന്ന മന്ത്രി ഒരു ഉപായമൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താണത്? മനോരമ സുദർശനൻ തൻ്റെ മകനുമായിട്ട് വിതള്ളൻ എന്ന മന്ത്രിയോടൊപ്പം തേരിൽ കയറി കാശിരാജ്യത്തിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കാട്ടിൽ വെച്ച് കാട്ടാളന്മാരൊക്കെ അവരെ ആക്രമിച്ചു, കൊള്ള ചെയ്ത് വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു. ഒടുവിൽ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ അവരെത്തിച്ചേർന്നു. മനോരമയും തൻ്റെ പുത്രനും മന്ത്രിയും എല്ലാവരും അവർ 3 പേരും ആശ്രമത്തിലെത്തി. മന്ത്രി എല്ലാ കാര്യവും ഭരദ്വാജ മുനിയെ കേൾപ്പിച്ചു എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ അനുസ്മരിച്ചു. ആ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന മനോരമ എന്തിനു വേണ്ടിയാണോ പുറപ്പെട്ടത് ആ കാര്യം സാധിച്ചു. തപോനിധിർദീനജനാനുകമ്പി, അതായത് ആ ഭരദ്വാജ മുനി തപോനിഷ്ഠൻ മാത്രമല്ല, ദീനന്മാരിൽ അനുകമ്പയുള്ള മുനിയും ആയിരുന്നു. ജ്ഞാത്വാ മുനിസ്താം ധ്രുവസന്ധി പത്നി, ധ്രുവസന്ധിയുടെ പത്നിയാണ് ഈ മനോരമ എന്ന് അറിഞ്ഞ മുനി ആ പെൺകുട്ടിയോട് ഇപ്രകാരം പറഞ്ഞു. ഭരദ്വാജൻ തപസ്വിയാണ്, ദീനന്മാരിൽ കൃപാലുവുമാണ്. അങ്ങനെയുള്ള ആ മഹർഷി പറഞ്ഞു, വത്സേ വസനിർഭയൈവ തപോവനേത്രാസ്തു ശുഭം തവേതി. ഭീതയായ ആ അമ്മയെയും മകനെയും കണ്ടപ്പോൾ ആ മുനിയുടെ കാരുണ്യം അണ പൊട്ടിയൊഴുകി. എന്നിട്ട് പറഞ്ഞു,
അല്ലയോ വത്സേ, തപോവനത്തിൽ ഒട്ടും പേടിക്കാതെ തന്നെ താമസിക്കാം. നിർഭയ ഏവ വസ. ആ മുനി അവർക്ക് ആ ആശ്രമത്തിൽ അഭയം നൽകി. അങ്ങനെ മനോരമ തൻ്റെ മകനായ സുദർശനനോടുകൂടി ഭരദ്വാജാശ്രമത്തിൽ സുരക്ഷിതരായി സുഖമായി കഴിഞ്ഞുകൂടി. മന്ത്രിയായ ആ വിതള്ളൻ തിരിച്ച് പോവുകയും ചെയ്തു. ഭരദ്വാജ മുനി പറഞ്ഞുവല്ലോ, യാതൊരു ഭയവും കൂടാതെ ഈ ആശ്രമത്തിൽ താമസിച്ചോളൂ, ഇവിടെ നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന്. വിതള്ളൻ എന്ന മന്ത്രി ഇടയ്ക്കിടയ്ക്ക് ആ ആശ്രമത്തിൽ ചെന്ന് രണ്ടുപേരുടെയും ക്ഷേമമൊക്കെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. രാജാവ് അറിയാതെയാണ് അദ്ദേഹം അവർക്ക് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് 9ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്ലോകം 10 പദച്ഛേദം. അല്പഃ അപി ഉപേക്ഷ്യഃ ന രിപുഃ ന രോഗഃ അപി ഏവം സ്മരൻ ആശു നൃപഃ യുധാജിത് താം ഹർത്തുകാമഃ സസുതാം മഹർഷേഃ പ്രാപ ആശ്രമം മന്ത്രിവരേണ സാകം. അന്വയാർത്ഥം. രിപുഃ അല്പഃ അപി. രിപു ശത്രു, അല്പഃ അല്പനാണ്, എങ്കിലും ന ഉപേക്ഷഃ അവനെ ഉപേക്ഷിച്ചുകൂടാ. ഇപ്പോൾ ഒരു ശത്രു അല്പനാണെങ്കിൽ അവനെ ഉപേക്ഷിച്ചുകൂടാ. രോഗഃ അപി ന ഉപേക്ഷഃ രോഗത്തെയും വെറുതെ വിട്ടുകൂടാ. ഏവം സ്മരൻ എന്നൊക്കെ ചിന്തിച്ച് യുധാജിത്ത് നൃപഃ യുധാജിത്താകുന്ന ആ രാജാവ് സസുതാം താം പുത്രസമേതയായ അവളെ ഹർത്തുകാമഹ ആശു തട്ടിക്കൊണ്ടുപോരാൻ വേണ്ടി വേഗം മന്ത്രിവരേണ സാകം മന്ത്രിയോടൊപ്പം മഹർഷേഹേ ആശ്രമം പാപ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അപ്പോൾ ഇവിടെ പറയുന്നത് ശത്രു രോഗം ഇവ രണ്ടും ഒരുപോലെയാണ്. ഇവ രണ്ടിനെയും വെറുതെ വിട്ടാൽ എന്താവും? അതെങ്ങനെ വലുതായി വലുതായി വരും. രോഗമാണെങ്കിൽ മൂർച്ഛിച്ചു വരും, ശത്രുവാണെങ്കിലോ ശത്രുത്വം കൂടും, അല്ലേ? അപ്പോ ശത്രു ജനിച്ചു എന്നറിഞ്ഞാൽ ഉടൻ നശിപ്പിക്കണം. രോഗമുണ്ടെന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? ഉടനെ ചികിത്സിക്കണം. ഇതാണ് യുധാജിത്തിനറിയാവുന്ന രാജനീതി. അപ്പോ ഈ യുധാജിത്ത് അല്പനാണ് എങ്കിൽ ശത്രു വളരെ അല്പനാണെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ല, അവനെ വിടാൻ പാടില്ല. ഏതുപോലെ? രോഗഃ അപീന രോഗം പോലെയാ. നമ്മൾ ആ രോഗത്തെ ചികിത്സിച്ചില്ലെങ്കിൽ എന്താവും? അത് മൂർച്ഛിക്കും, വലുതായി വരും. ഇതൊക്കെ വിചാരിച്ച് യുധാജിത്ത് സസുതാം താം പുത്രസമേതയായ ആ മനോരമയെയും പുത്രനായ സുദർശനനെയും തട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മന്ത്രിവരേണ സാകം മന്ത്രിമാരോടുകൂടി മഹർഷേഹേ ആശ്രമം പാപ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. എന്നിട്ടോ ആ ആശ്രമത്തിൽ എത്തി. ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ അവരെത്തിച്ചേർന്നു. എന്താ കാരണം? ആ ഭരദ്വാജമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. കാരണം സുദർശനൻ ഭാവിയിൽ ശത്രുജിത്തിന്റെ പ്രതിയോഗിയാവാൻ സാധ്യതയുണ്ട്. അതായത് ശത്രു തന്നെയാണ്, സഹോദരനാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതാണ് പറയുന്നത് ശത്രുവും രോഗവും ഒരുപോലെയാണ് എന്ന്. അപ്പോൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല, അവയെ നശിപ്പിക്കണം. ശത്രു ജനിച്ചു, അതറിഞ്ഞ ഉടനെ തന്നെ അതിനെ നശിപ്പിക്കണം. അതുപോലെ രോഗമുണ്ട്, അതറിഞ്ഞ ഉടനെ അതിന് വേണ്ടുന്നതായ ചികിത്സ ചെയ്യണം. ഇങ്ങനെയാണ് യുധാജിത്തിനറിയാവുന്ന രാജനീതി. അതുകൊണ്ട് സുദർശനൻ ഭാവിയിൽ ശത്രുജിത്തിന്റെ പ്രതിയോഗിയാവാൻ സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് ആ സുദർശനൻ ശത്രു തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവനെ നശിപ്പിക്കണം. ഇതാണ് യുധാജിത്തിന്റെ
വിചാരം. യുധാജിത്ത് എന്ത് ചെയ്തു? സുദർശനനെയും മനോരമയെയും അന്വേഷിച്ച് അങ്ങനെ ചെന്നു. കോസല രാജ്യത്തില്ല അവര് എന്ന് മനസ്സിലായി. വനത്തിൽ വെച്ച് കാട്ടാളന്മാരുടെ മുഖത്തു നിന്ന് ആണ് ഏതോ ഒരു അമ്മയും മകനും ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത്. അപ്പോൾ യുധാജിത്ത് ഈ വിവരം അറിഞ്ഞത് നിഷാദന്മാരുടെ മുഖത്തു നിന്ന്. കോസല രാജ്യത്തൊന്നുമില്ല. അന്വേഷിച്ചപ്പോൾ കോസല രാജ്യത്ത് ഈ രണ്ടുപേരും ഇല്ല. അപ്പോഴാണ് അവര് കാട്ടിലേക്ക് വനത്തിൽ വെച്ചിട്ട് ആ കാട്ടാളന്മാരുടെ മുഖത്ത് നിന്ന് ഈ കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു അമ്മയും മകനും ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞു. ഉടനെ അവിടേക്ക് ചെന്നു. സുദർശനനെയും അവൻ്റെ അമ്മയെയും, അമ്മയായ ആ മനോരമയെയും ബലാത്കാരേണ തട്ടിക്കൊണ്ടുവരിക, അതാണ്, അല്ലെങ്കിൽ ബലാത്കാരേണ അപഹരിച്ചു കൊണ്ടുവരിക എന്നതാണ് യുധാജിത്തിന്റെ ഉദ്ദേശം. നോക്കൂ, യുധാജിത്തിന്റെ ആ കുത്സിത ബുദ്ധി അല്ലേ. മനോരമയും മകനും ആ ആശ്രമത്തിൽ താമസിക്കുന്നുണ്ട് എന്ന് വനത്തിൽ പോയപ്പോൾ കാട്ടാളന്മാരുടെ മുഖത്തു നിന്ന് കേട്ടു. ഉടനെ മന്ത്രിയോടൊപ്പം മുനിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. മനോരമയെയും സുദർശനനെയും ബലാത്കാരേണ തട്ടിക്കൊണ്ടുവരിക, അങ്ങനെ തന്നെ വേണം, ഇതായിരുന്നു യുധാജിത്തിന്റെ ഉദ്ദേശം എന്ന് 10ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 11. പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം. പദച്ഛേദം. ന മാനിതഃ തേന തപസ്വിന സഹ മനോരമാം ന ഏവ സുതം ച ലേഭേ പ്രഹർത്തുകാമഃ അപി മുനിം സ മന്ത്രിവാച നിവൃത്തഃ ശ്രുതകൗശികഃ അഭൂത്. അന്വയം. തേന തപസ്വിന, ആ തപസ്വിയാൽ, അതായത് ആ ഭരദ്വാജ മഹർഷിയാൽ, സഹ ന മാനിതഃ, അദ്ദേഹം മാനിക്കപ്പെട്ടില്ല. ആര്? യുധാജിത്ത്. മനോരമാം സുതം ച, മനോരമയെയും പുത്രനെയും ന ഏവ ലേഭേ, അദ്ദേഹത്തിന് കിട്ടിയില്ല. ആ യുധാജിത്തിന് മനോരമയെയും പുത്രനായ സുദർശനെയും ലഭിച്ചില്ല. മുനിം പ്രഹർത്തുകാമഃ അപി, മുനിയെ പ്രഹരിക്കാൻ ഇച്ഛിച്ചു എങ്കിലും മന്ത്രിവാച, മന്ത്രിയും കൂട്ടിയിട്ടാണല്ലോ പോയത്, മന്ത്രിയുടെ വാക്കിനാൽ ശ്രുതകൗശികഃ, വിശ്വാമിത്രന്റെ കഥ കേട്ട് നിവൃത്തഃ അഭൂത്, തിരിച്ചു പോന്നു. ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം. യുധാജിത്ത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ചെന്നു. എന്തിനാ ചെന്നത്? മനോരമയെയും സുദർശനെയും ബലാത്കാരേണ തട്ടിക്കൊണ്ടുവരണമെന്ന്, അല്ലെ? അതനുസരിച്ച് യുധാജിത്ത് ഭരദ്വാജ മുനിയോട് മനോരമയെയും സുദർശനെയും തനിക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഹർഷി എന്താ ചെയ്തത്? വിട്ടുകൊടുത്തില്ല അവരെ. ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ചെന്ന് മനോരമയെയും സുദർശനെയും തനിക്ക് നൽകണമെന്ന്, തനിക്ക് വിട്ടുതരണമെന്ന് ആ മുനിയോട് യുധാജിത്ത് ആവശ്യപ്പെട്ടു. എന്നാൽ മഹർഷി അത്, ആ വാക്ക് അദ്ദേഹം, ആ മഹർഷിയാൽ ആ യുധാജിത്ത് മാനിക്കപ്പെട്ടില്ല. ആ ഭരദ്വാജ മുനി അംഗീകരിച്ചില്ല. അതായത് മാനിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മാനിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട്? അവിടെ വന്ന് അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ മുനി അത് ശ്രദ്ധിച്ചതുപോലുമില്ല എന്നാണ് പറയണത്. തട്ടിക്കൊണ്ടു പോകുവാനോ അത് സമ്മതിക്കുകയേയില്ല. യുധാജിത്ത് ആ അമ്മയെയും മകനെയും ബലാത്കാരേണ തട്ടിക്കൊണ്ടു പോവാനായിട്ടാണ് പുറപ്പെട്ടപ്പോൾ കൂടെ ആരാ പോയത്? മന്ത്രിയാണ് പോയിട്ടുണ്ടായിരുന്നല്ലേ. ഒപ്പം മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രി പറഞ്ഞു യുധാജിത്തിനോട്, ഇത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ
തപോനിധികളുമായി കലഹിച്ചാൽ അല്ലെങ്കിൽ തപോനിധികളുമായി യുദ്ധം ചെയ്താൽ അവസാനം അവരുടെ തപശക്തിയുടെ കാഠിന്യം കൊണ്ട് നമ്മളൊക്കെ തീയിൽ വീണ ഈയാമ്പാറ്റകളെപ്പോലെ ഇല്ലാതെ ആയിത്തീരും. അത്രയ്ക്ക് തപശക്തിയുണ്ട് ആ മഹർഷിമാർക്ക്. അതായത് തപോനിധികളോട് കലഹിക്കുന്നത് രാജാവിന് ശുഭകരമല്ല. അത് മന്ത്രി പറഞ്ഞു. അതിനൊരു വിശ്വാമിത്ര രാജാവിൻ്റെ കഥയും അവിടെ പറഞ്ഞു കൊടുത്തു. എന്താണ് പറഞ്ഞു കൊടുത്തത്? ആ ഒരു മന്ത്രി വേണ്ടതുപോലെ ആ യുധാജിത്തിനെ ഉപദേശിച്ചു, സമർത്ഥിച്ചു പറഞ്ഞു. പണ്ട് രാജാവായിരുന്ന വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് കലഹിച്ചത് ഓർക്കുക. എല്ലാം തകർന്നു പോയില്ലേ? അന്ന് വിശ്വാമിത്രന് മനസ്സിലായി ക്ഷാത്രബലം നിസ്സാരമാണ്, തപോബലമാണ് യഥാർത്ഥ ബലം എന്ന്. നോക്കൂ, വിശ്വാമിത്രൻ രാജാവാണ്. മഹർഷിയായ വസിഷ്ഠനോട് വളരെ കാലം കലഹിച്ചു. വസിഷ്ഠ മഹർഷി വളരെ എന്താ പറയുക, വസിഷ്ഠ മഹർഷി തപസ്സൊക്കെ അനുഷ്ഠിച്ച് തപശക്തിയുള്ള മഹർഷിയാണ്. ആ മഹർഷിയായിട്ടാണ് വിശ്വാമിത്രൻ കലഹിച്ചത്. ആകെ തകർന്നുപോയി. അന്ന് വിശ്വാമിത്രനും മനസ്സിലായി. അന്ന് എന്താ മനസ്സിലായത് വിശ്വാമിത്രന്? ക്ഷാത്രബലം നിസ്സാരമാണ്, തപോബലമാണ് ബലം. പിന്നീടാണ് വിശ്വാമിത്രൻ എന്താ ചെയ്തത്? രാജ്യം വിട്ട് പോയി. വിശ്വാമിത്രൻ രാജ്യമൊക്കെ ത്യജിച്ചു, തപസ് ചെയ്തു, ബ്രഹ്മർഷിപദം നേടുകയും ചെയ്തു. മഹർഷിമാരോട് കലഹിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മന്ത്രി ഉപദേശിച്ചപ്പോൾ യുധാജിത്ത് തൽക്കാലം തിരിച്ച് പോന്നു. അപ്പോൾ മന്ത്രിയുടെ ഉപദേശം, മന്ത്രി പറഞ്ഞ ആ വിശ്വാമിത്ര മഹർഷിയുടെയും വസിഷ്ഠൻ്റെയും ഒക്കെ, രാജാവായ വിശ്വാമിത്രൻ്റെയും വസിഷ്ഠൻ്റെയും ഒക്കെ ആ കഥ ഒന്ന് സൂചിപ്പിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ഇനി മഹർഷിമാരോട് കലഹിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല എന്ന്. യുധാജിത്ത് തൽക്കാലം തിരിച്ച് പോരുകയും ചെയ്തു എന്നാണ് 11ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദശകം 14 അവസാനത്തെ ശ്ലോകം 12. ആ 12ാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. ഏവം മുനിഹി താം സസുതാം രരക്ഷ ഭീതഃ അസ്മി സംസാരയുധാജിതഃ അഹം ന മേ സഹായഃ അസ്തി വിനാ ത്വയാ ഏഷഃ സ നൂപുരം തേ ചരണം നമാമി. അന്വയം: ഏവം മുനിഹി, ഇപ്രകാരം മുനി, ഭരദ്വാജ മുനി, സസുതാം താം രരക്ഷ, അവളെയും മകനെയും, അതായത് ആ മനോരമയെയും മനോരമയുടെ മകനായ സുദർശനെയും രക്ഷിച്ചു. അഹം സംസാര യുധാജിതഃ, ഞാൻ സംസാരമാകുന്ന യുധാജിത്തിനെ, ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഈ സ്തോത്രകാരനാണ്. സ്തോത്രകാരൻ എപ്പോഴും അവസാനം ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാനത്തെ ശ്ലോകം സ്തോത്രകാരൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ അഹം എന്ന് പറയുന്നത് സ്തോത്രകാരൻ. അഹം സംസാര യുധാജിതഃ, ഞാൻ സംസാരമാകുന്ന യുധാജിത്തിനെ, ഭീതഃ അസ്മി, ഒരുപാട് ഭയപ്പെടുന്നു, ത്വയാ വിനാമേ, അവിടുന്നല്ലാതെ എനിക്ക്, ആര്? അവിടുന്ന് എന്ന് പറയുമ്പോൾ ഇവിടെ ദേവി ഭഗവതി, ആ ജഗദംബ അല്ലാതെ എനിക്ക് സഹായഃ ന അസ്തി, വേറെ ബന്ധുവില്ല, വേറെ ആരും എനിക്ക് സഹായത്തിനില്ല. ഏഷഃ തേ സനൂപുരം, ഞാൻ അവിടുത്തെ പൊൻചിലം പണിഞ്ഞ ചരണം നമാമി, ആ പാദത്തെ നമസ്കരിക്കുന്നു. ഇവിടെ എന്താണ് പറയണത്? ഇവിടെ ഗ്രന്ഥകാരനായ ശ്രീ പാലേലി തൻ്റെ ആഗ്രഹം ഭഗവതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഏവം മുനിസ്താം സസുതാം രരക്ഷ, ആ മുനി, ആ ഭരദ്വാജ മഹർഷി, സസുതാം താം രരക്ഷ, ആ മനോരമയെയും മകനായ സുദർശനെയും രക്ഷിച്ചു. അഹം, ഞാനോ, സംസാരമാകുന്ന യുധാജിത്തിനെ ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി, അവിടുന്നല്ലാതെ
അമ്മയല്ലാതെ ത്വയാ വിനാമേ സഹായ, അമ്മയല്ലാതെ എനിക്ക് ആരും തന്നെ സഹായത്തിനില്ല. ഏഷാ തേ സനൂപുരം, അതുകൊണ്ട് ഈ ഞാൻ അവിടുത്തെ പൊഞ്ചിലം പണിഞ്ഞ ചരണം നമാമി, പാദപത്മത്തെ നമസ്കരിക്കുന്നു, ആ പാതാരവിന്ദങ്ങളെ. ദേവിയല്ലാതെ മറ്റൊരു ബന്ധുവുമില്ല എനിക്ക്, അതുകൊണ്ട് തന്നെ കൈവിടരുത് എന്നെ. അതുകൊണ്ട് അമ്മ എന്നെ കൈവിടരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഗ്രന്ഥകർത്താവ്. പാതാരവിന്ദങ്ങളെ നമസ്കരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം. മനസ്സിലാക്കി ആ മനോരമയ്ക്ക് സുദർശനനും മഹർഷിയിൽ നിന്ന് സംരക്ഷണം ലഭിച്ചു. സംസാരമാകുന്ന പ്രബലനായ യുധാജിത്തിനെ ഓർക്കുമ്പോൾ സ്തോത്രകാരനായ ശ്രീ പാലേലി ഇവിടെ ഭയപ്പെടുകയാണ്, ഉത്കണ്ഠപ്പെടുകയാണ്. പറയണു, ദേവിയല്ലാതെ, ആ നിന്തിരുവടിയല്ലാതെ വേറൊരു ബന്ധുവും എനിക്ക് സഹായത്തിനില്ല. അതുകൊണ്ട് തന്നെ അമ്മേ എന്നെ കൈവിടരുതേ എന്ന് സ്തോത്രകാരൻ പ്രാർത്ഥിക്കുകയാണ്, അമ്മയുടെ മുൻപിൽ പ്രണമിക്കുകയാണ് ഭക്തിപൂർവം. നമുക്കും ആ അമ്മയുടെ മുൻപിൽ നമസ്കരിക്കാം. ഒരു ബന്ധുവും നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരുടെയും വിചാരം ഭാര്യയ്ക്ക് തോന്നും ഭർത്താവുണ്ട് മക്കളുണ്ട് എന്നൊക്കെ, ഭർത്താവിന് തോന്നും ഭാര്യയുണ്ട് മക്കളുണ്ട് എന്നൊക്കെ. ആരും ഉണ്ടാവില്ല. ആ ദേവിയുടെ പാതാരവിന്ദങ്ങളെ മാത്രം ആശ്രയിച്ചാൽ നമുക്ക് ഒരു കാലത്തും ഒരു ദുഃഖവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എല്ലാവരും ആ ജഗദംബയെ പ്രാർത്ഥിക്കുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഹരയേ നമ. ഇതോടെ ദേവി നാരായണീയത്തിലെ ഈ 14-ാം ദശകം ദേവീ പാദങ്ങളിൽ വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹരേ കൃഷ്ണ.